മഹിളാ മോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് തുടരുകയാണ്. പ്രവർത്തകർ പോലീസ് വാഹനത്തിലും മതിലും കയറി നിന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ്. ടി വി പ്രസാദുമാർ റോഷിബാലും ആദ്യം പ്രസാദ് ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത ശേഷം പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ഇപ്പോൾ പ്രവർത്തകർ ഇപ്പോഴും മതിലിന് മുകളിൽ കയറി നിൽക്കുന്നുണ്ട്, ബാരിക്കേഡിന് മുകളിൽ കയറി നിൽക്കുന്നുണ്ട്. പ്രവർത്തകരെ പിരിച്ചുവിടാനാകുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതുതന്നെയാണ് സ്മൃതി. കാരണം നമുക്കറിയാവുന്നതുപോലെ പുരുഷ പോലീസുകാരെ അപേക്ഷിച്ച് വളരെ കുറവാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം. അത് ഈ സമരത്തിൽ കാണാനുമുണ്ട്. കാരണം നൂറുകണക്കിന് മഹിളാ മോർച്ച പ്രവർത്തകർ തിരുവനന്തപുരത്തേക്ക് എത്തിയതോടുകൂടി അവരെ നിയന്ത്രിക്കാൻ പാടുപെടുന്നുണ്ട് നന്നായി പോലീസ് എന്നതാണ്. സെക്രട്ടേറിയറ്റിന് മുകളിലേക്ക് ചാടിക്കയറാനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നുമുണ്ട്. ആ പോലീസുമായി വലിയ തോതിലുള്ള വാക്കേറ്റമുണ്ട്. ഒരു ഭാഗത്ത് ബാരിക്കേഡിന് മുകളിൽ കയറിയിരിക്കുന്ന പ്രവർത്തകർ, മറുഭാഗത്ത് സെക്രട്ടേറിയറ്റിന് അപ്പുറത്തേക്ക് ചാടിക്കയറാൻ ശ്രമിക്കുന്ന പ്രവർത്തകർ, സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് ചാടിക്കയറാൻ ശ്രമിക്കുന്ന പ്രവർത്തകർ. ആ പോലീസ് അവരെ ബലമായി പിടിച്ചു മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ പോലും ഈ എണ്ണം വളരെ പ്രധാനമാണ്. നേരത്തെ പറഞ്ഞതുപോലെ വനിതാ പോലീസുകാരുടെ എണ്ണം വലിയ കുറവാണ്. ഇപ്പോൾ ബാരിക്കേഡിന് മുകളിൽ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന പ്രവർത്തകരെ നമുക്ക് കാണാം. അല്പസമയം മുമ്പ് രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്ത് പോയതിനു ശേഷമാണ് പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് ചാടിക്കയറിയതും ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമം നടത്തിയതും. അതോടുകൂടി പോലീസ് മഹിളാ മോർച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. അവർ കൂട്ടമായി ജലപീരങ്കിക്ക് നേരെ തിരിയുന്നതാണ് കണ്ടത്. 4 or 5 മഹിളാ മോർച്ച പ്രവർത്തകർ ജലപീരങ്കിക്ക് മുകളിലേക്ക് കയറുന്നതും കണ്ടു. പിന്നാലെ സെക്രട്ടേറിയറ്റിന്റെ മറ്റ് മതിലിൽ കൂടി സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് ചാടിക്കയറാനുള്ള ശ്രമം നടത്തി എന്നതാണ്. ഇവരെല്ലാം നിയന്ത്രിക്കാനുള്ള പോലീസ് സംഘം ഇവിടെയില്ല. ഉള്ളതിൽ പരമാവധി വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ എത്തിച്ചെങ്കിൽ പോലും ഇവരെ തടുക്കാനോ പ്രതിരോധിക്കാനോ പുരുഷ പോലീസുകാർക്ക് കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ മഹിളാ മോർച്ച പ്രവർത്തകർ ഒരു സംഘർഷത്തിലേക്ക് പോയാൽ, അതിലേക്ക് ഒരു പ്രകോപനം സൃഷ്ടിച്ചാൽ നേരിടാനുള്ള സംഘശക്തി ഇവിടുത്തെ പോലീസിന് ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും സെക്രട്ടേറിയറ്റിന് മുന്നിലെ നോർത്ത് ഗേറ്റിലെ ബാരിക്കേഡിന് മുകളിൽ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന പ്രവർത്തകരെ നമുക്ക് കാണാം. മറുഭാഗത്ത് സെക്രട്ടേറിയറ്റിനകത്തേക്ക് ചാടിക്കയറാനുള്ള ഒരു ശ്രമം മഹിളാ മോർച്ച പ്രവർത്തകരുടെ ഭാഗമായി ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് യുവമോർച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ നേർക്കുനേർ റോഷിബാലിക്ക് കൂടി. റോഷിബാൽ ഇപ്പോൾ ബാരിക്കേഡിന് മുകളിൽ നിരന്നു കഴിഞ്ഞിരിക്കുന്നു. പ്രവർത്തകർ പിരിച്ചുവിടുക അല്പം ബുദ്ധിമുട്ടാകുന്ന സാഹചര്യമാണ്. എന്താണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം? സ്മൃതി, ഇപ്പോഴും ഈ പ്രതിഷേധം തുടരുന്നു. പക്ഷെ പോലീസ് ഇപ്പോഴും ഇവിടെ തുടരുന്നു. പ്രവർത്തകർ റോഡിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴും റോഡിൽ ഒരു ഭാഗത്തുകൂടെ മാത്രമാണ് ഗതാഗതം ഉള്ളത്. അത് പ്രധാന വാഹനങ്ങളൊക്കെ മറ്റൊരു വഴിയിലൂടെ കടത്തിവിടുന്നുമുണ്ട്. ഈ ബാരിക്കേഡിന് മുന്നിലുള്ള പ്രതിഷേധം തുടരുമ്പോൾ തന്നെ റോഡിലൊക്കെ ഈ മാറി നിന്ന് ശരണം വിളിച്ചുള്ള പ്രതിഷേധമുണ്ട്. ഈ പ്രകോപനമില്ലാതെ പോലീസ് മറ്റു നടപടികളിലേക്ക് നീങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോഴും ആ പ്രതിഷേധം ഈ തരത്തിൽ തുടരുമ്പോൾ മറുഭാഗത്ത് സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കിടക്കാനുള്ള ശ്രമം ഒരു വിഭാഗം പ്രവർത്തകരുടെ ഭാഗത്തുണ്ട്. പ്രധാന ഗേറ്റ്, ഈ സമര ഗേറ്റിൽ ഈ ബാരിക്കേഡിന് മുകളിലുള്ള പ്രതിഷേധവും തൊട്ടടുത്ത് തന്നെ സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് ചാടിക്കയറാനുള്ള ശ്രമം ഒരു വിഭാഗം മഹിളാ മോർച്ച പ്രവർത്തകർ നടത്തുന്നുണ്ട്. ശരി, പ്രതിഷേധം തുടരുകയാണ്, സംഘർഷം തുടരുകയാണ്. സെക്രട്ടേറിയറ്റ് മുന്നിൽ മഹിളാ മോർച്ചയുടെ പ്രതിഷേധം.